ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ അമ്മൂമ്മയുടെ വീട്ടിൽ പോയിട്ട് വരികയാണ്. രാവിലെ ഒരു 7:30 ഞാൻ വരുമ്പോൾ ഞാൻ നോർമലി വരാറ് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇന്നലെ പിന്നെ നല്ല മഴയായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ. പൊതുവെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടാണ് പോകല്. ഇന്നിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ നേരത്തെ വന്ന് അതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിക്കൽ, തുടയ്ക്കൽ, പിന്നെ വീട്ടിലാരില്ലാത്തതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും ചെയ്യാനും ഇല്ല. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുവാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ 2 മാസമായി. അപ്പോൾ ഇനി ഒരു കോഴ്സും കൂടി ചെയ്തിട്ട് വർക്ക് നോക്കണം. ഒപ്പം തന്നെ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഴ്സ് കഴിയുമ്പോഴേക്കും വർക്കിന് കയറാമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ ജനിച്ചതിന് ശേഷം ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ സ്കൂളിലും കോളേജിലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു 2 മാസം വെക്കേഷൻ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബോറടിയാണ്. പിന്നെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല. പിന്നെ ഈ ഫോണുള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകണു, അതേ പറയാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ദോശയാണ്. ദോശൻ്റെ അത് ഉണ്ടാക്കണ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ചോറും മുട്ടക്കറിയാണ് ഉച്ചയ്ക്ക് വെച്ചത്. കാരണം അപ്പു ഉള്ളതുകൊണ്ട്, എൻ്റെ പെറ്റാണ് കേട്ടോ അപ്പു. അപ്പോൾ അപ്പു ഉള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഞോണ് വെക്കണമായിരുന്നു. കാരണം അവൻ കഴിക്കണ്ടേ. അപ്പോൾ അവനുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഞാൻ അമ്മൂമ്മയുടെ അവിടെ തന്നെ ഫുഡ് കഴിക്കുമായിരുന്നു. ഇവനുള്ളതുകൊണ്ട് ഇവനും ഫുഡ് ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് രാവിലെ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനൊരു ഈവനിങ്ങോടെ അമ്മൂമ്മയുടെ അവിടേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, എല്ലാ പണികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് അപ്പൂൻ്റെ ഒപ്പം കളിച്ചിരുന്നാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ